അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനിപ്പിച്ചത് വുളൂഉം അതിൻ്റെ രൂപങ്ങൾ, പരിപൂർണമായ രൂപം എങ്ങനെയാണ്, അതിലുള്ള ഫിഖ്ഹിയായ മസ്അലകൾ, പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു, മദ്ഹബുകൾ പറഞ്ഞു. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ബാബാണ് എടുക്കാനുള്ളത്. ബാബു ഫളിൽ വുളൂഇ വസ്സലാത്തി അഖിബ. വുളൂഇൻ്റെ ശ്രേഷ്ഠതയും പിന്നെ വുളൂഇൻ്റെ ഉടനെ, വുളൂ ചെയ്ത ഉടനെ ഉള്ള നിസ്കാരം, അതിൻ്റെ ശ്രേഷ്ഠതയൊക്കെ കുറിച്ചാണ് ഈ ബാബിൽ ചർച്ച ചെയ്യണത്. അപ്പോൾ ഒന്നാമത്തെ ഹദീസ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹദസന ഖുതൈബ ബിൻ സഈദ് വഉസ്മാൻ ബിൻ മുഹമ്മദ് ബിൻ അബി ശൈബത വഇസ്ഹാഖ് ബിൻ ഇബ്രാഹിം അൽ-ഹൻദലി واللفظ لقتيبة قال إسحاق أخبرنا وقال الآخران حدثنا جرير عن هشام بن عروة عن أبيه عن حمران مولى عثمان رضي الله عنه وعنهم جميعا قال سمعت عثمان بن عفان رضي الله عنه وهو بفناء المسجد فجاءه المؤذن عند العصر فدعا بوضوء فتوضأ ثم قال والله لأحدثنكم حديثا لولا آية في كتاب الله ما حدثتكم إني سمعت رسول الله صلى الله عليه وسلم يقول لا يتوضأ رجل مسلم فيحسن الوضوء فيصلي صلاة إلا غفر الله له ما بينه وبين الصلاة التي تليها. ഇതാണ് ഒന്നാമത്തെ ഹദീസ്. ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ: حدثنا قتيبة بن سعيد وعثمان بن محمد بن أبي شيبة وإسحاق بن إبراهيم الحنظلي. ഈ മൂന്നാളുകളാണ് ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് റാവിമാർ. എന്നിട്ട് വല്ലഫ്ലുൽ ഖുതൈബ, ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ള ലഫ്ലുകൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ഖുതൈബത്ത് ബിൻ സഈദ് എന്നിവർ ഉദ്ധരിച്ചിട്ടുള്ള ലഫ്ലാണ്. ബാക്കിയുള്ള രണ്ടാളുകൾ കൂടിയുണ്ട്, അവരുടെ ലഫ്ലല്ല ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഖാല ഇസ്ഹാഖ് ബിൻ എന്നിട്ട് അദ്ദേഹം പറയാണ്, ഖാല ഇസ്ഹാഖ് എന്നിവർ പറഞ്ഞു അഖ്ബറന എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. ഇസ്ഹാഖ് എന്നിവർ പറഞ്ഞത് അഖ്ബറന എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ ബാക്കിയുള്ള വഖാലൽ ആഖറാനി, ബാക്കിയുള്ള രണ്ടാളുകൾ എന്ന് പറഞ്ഞാൽ ഉസ്മാൻ ബിൻ മുഹമ്മദ് ബിൻ അബി ഷൈബ എന്നവരും ഖുതൈബത്ത് ബിൻ സഈദ് എന്നവരും അവർ പറയാണ് ഹദസന ജരീറുൻ അൻ ഹിശാം ബിൻ ഉർവത അൻ അബീഹി അൻ ഹുംറാന മൗല ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ മൗലയായ ഹുംറാൻ എന്നവരെ തൊട്ടുദ്ധരിക്കുകയാണ്. ഖാല, ഹുംറാൻ എന്നവർ പറയാണ് സമിഅതു ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ഞാൻ കേട്ടു. വഹുവ ബി ഫിനാഇൽ മസ്ജിദ്, അദ്ദേഹം പള്ളിയുടെ മുറ്റത്താണ്. ആ സമയത്ത് അദ്ദേഹം പറയുന്നതായിട്ട് ഞാൻ കേട്ടു. എങ്ങനെ ഫജാഅഹുൽ മുഅദ്ദിനു, പള്ളിയുടെ മുറ്റത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉണ്ടായിരിക്കെ അവിടേക്ക് മുഅദ്ദിൻ വന്നു. ഇൻദൽ അസ്ർ, അസ്ർ നിസ്കാരത്തിൻ്റെ സമയത്ത് മുഅദ്ദിൻ വന്നു. ഫദഅ ബി വുളൂഇൻ, അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വുളൂ, അതായത് വുളൂ എടുക്കാനുള്ള വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ അത് കൊണ്ടുവന്നപ്പോൾ ഫതവല്ലഅ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു വുളൂ ചെയ്തു. സുമ്മ ഖാല, എന്നിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു വല്ലാഹി, അല്ലാഹുവാൻ സത്യം, ഉഹദ്ദിസന്നകും ഹദീസ, ഞാൻ നിങ്ങളോട് ഒരു ഹദീസ് പറയുക തന്നെ ചെയ്യും. എന്താണ്? ലൗല ആയത്തിൻ ഫി കിതാബില്ലാഹ്, അള്ളാഹുവിൻ്റെ കിതാബിൽ ഒരായത്തില്ലായിരുന്നുവെങ്കിൽ മഹദ്ദസ്തുക്കും, ഞാൻ നിങ്ങളോട് പറയുമായിരുന്നില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, ആ ആയത്ത് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ ഹദീസ് പറയുന്നത്. ആയത്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ഹദീസ് നിങ്ങളോട് പറയുമായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നി സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ കേട്ടു. ഖുൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് എന്താണ്? ലാ യതവല്ലഉ റജുലുൻ മുസ്ലിമുൻ, ഒരു മുസ്ലിമായ റജുലും വുളൂ ചെയ്യുകയില്ല. ഫയുഹ്സിനുൽ വുളൂഅ, എന്നിട്ട് അയാൾ വുളൂഇനെ നന്നാക്കുകയും ചെയ്യുകയില്ല. എന്നിട്ട് ഫയുസല്ലി സ്വലാത്തൻ, അയാൾ ഒരു നിസ്കാരം നിസ്കരിക്കുകയും ചെയ്യുകയില്ല. എങ്ങനെയല്ലാതെ? ഇല്ലാ ഗഫറല്ലാഹു ലഹു, അള്ളാഹു അവനക്ക് പുറത്തു കൊടുത്തിട്ടില്ലാതെ, മാ ബൈനഹു, അവൻ്റെ ഇടയിലും വബൈന സ്വലാത്തില്ലത്തി തെലീഹ, അവന് ഇനി വരാനുള്ള ആ നിസ്കാരത്തിൻ്റെ ഇടയിലുമുള്ള എല്ലാ ദോഷങ്ങളും അള്ളാഹുവിന് പുറത്തു കൊടുത്തിട്ടില്ലാതെയാണ്. അപ്പോൾ ഈ ഹദീസിന് മനസ്സിലാവുന്നത് വുളൂ നന്നായി ചെയ്യണം. ഒന്നാമത്തത് ഫളുൽ വുളൂ എന്നുള്ള ഭാഗത്തിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് ഫയുഹ്സിനുൽ വുളൂ, ആ വുളൂഇനെ നന്നായി ചെയ്തു എന്ന് പറയുന്നത്. അതായത് വുളൂഇനെ അതിൻ്റെ പരിപൂർണമായ രൂപത്തിൽ ചെയ്തു. എന്നിട്ട് ഫയുസല്ലി സ്വലാത്തൻ, ആ വുളൂ ചെയ്തു ഉടനെ തന്നെ ഒരു നിസ്കാരം നിസ്കരിക്കുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ രണ്ട് കാര്യങ്ങളാണ് ബാബുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അത് ചെയ്താൽ എന്താവും? അവൻ്റെയും ആ ഇനി വരാനുള്ളവൻ്റെ നിസ്കാരത്തിൻ്റെയും ഇടയിലുള്ള എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുക്കും എന്നാണ് പറയുന്നത്. പിന്നെ അപ്പോൾ ഇതിൽ പറഞ്ഞ ഫിനാഉൽ മസ്ജിദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പള്ളിയുടെ മുറ്റം, അതായത് ഫി ജിവാരി, പള്ളിയുടെ സമീപത്ത് നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ഒരു കാര്യം, ഒരു ആയത്ത്, ഖുർആനിൽ ആയത്ത് വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ
വന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അത് വന്നിട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങളോട് ഞാൻ പറയുമായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആ ആയത്ത് ഏതാണ്? ആ ആയത്ത് ഇമാം ഉർവ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാത്തി. ആ ആയത്താണ്. അതായത് ആയത്തിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാത്തി എന്ന് പറഞ്ഞിട്ട് ആ ആയത്തിൽ പറയുന്നത് അള്ളാഹു നിങ്ങൾക്ക് ഇറക്കി തന്ന കാര്യങ്ങളെ മറച്ചു വെക്കുന്ന ആളുകൾ. ആ ആയത്തിൻ്റെ പൂർണ്ണമായ രൂപം എങ്ങനെയാണ്? സൂറത്തുൽ ബഖറയിൽ 159 ആയത്താണ്. ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാത്തി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യന്നാഹു ലിന്നാസി ഫിൽ കിതാബി ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ലാഇനൂൻ എന്നാണ് ആയത്ത്. അതായത് ഖുർആനിൽ അള്ളാഹു അവതരിപ്പിച്ച ദൃഷ്ടാന്തങ്ങളും മാർഗദർശനങ്ങളൊക്കെ മനുഷ്യർക്ക് അത് വ്യക്തമാക്കി കൊടുത്തതിന് ശേഷം അതിനാരെങ്കിലും മറച്ചു വെച്ചാൽ അവരെ അള്ളാഹുവും മറ്റെല്ലാ ശപിക്കുന്ന ആളുകളൊക്കെ അവരെ ശപിച്ചിരിക്കുന്നു എന്നാണ് ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ആയത്തിന് മനസ്സിലാവുന്നത് ഖുർആൻ അല്ലെങ്കിൽ ദീനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ആർക്കെങ്കിലും അറിയുമെങ്കിൽ അതിനെ മറച്ചു വെക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ആയത്താണ് ഉസ്മാൻ റളിയല്ലാഹുവിനോട് ഉദ്ദേശിക്കുന്നത്. ഈ ആയത്തില്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നില്ല. ആയത്തുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയണത്. പിന്നെ ആയത്തില്ലായിരുന്നെങ്കിൽ നിങ്ങളോട് പറയുമായിരുന്നില്ല. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ആയത്തില്ലെങ്കിൽ എന്താ പറഞ്ഞാൽ എന്ന് ചോദ്യം ഉണ്ടാവും. അപ്പോൾ ആയത്തില്ലെങ്കിൽ പറയുമായിരുന്നില്ല എന്ന് പറഞ്ഞത് അത് റസൂലിനെ തൊട്ടുള്ള സംസാരങ്ങൾ അധികരിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടാണ്. റസൂലിനെ ബന്ധപ്പെട്ട സംസാരങ്ങൾ കൂടുതലായിട്ട് സംസാരിക്കേണ്ട എന്നുള്ള ഉദ്ദേശത്തിലാണ് അങ്ങനെ പറയുന്നത്. മനസ്സിലായോ? ഇപ്പോൾ ഇതാണ് ആ ആയത്ത്. പിന്നെ ഇവിടെ യുഹ്സിനുൽ വുളൂഇനെ പരിപൂർണമാക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അയ്യത്തിയ ബിഹി താമൻ ബി കമാലി സിഫതിഹി വ ആദാബിഹി. ആ വുളൂഇൻ്റെ എല്ലാ മര്യാദകളും അതിൻ്റെ എല്ലാ സിഫത്തുകളൊക്കെ പാലിച്ച് വുളൂ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഇതിലുണ്ട് ഈ ഹദീസിന് പിന്നെ മനസ്സിലാവുന്ന ഒരു കാര്യം, വുളൂഇൻ്റെ എല്ലാ സൂക്ഷ്മമായ കാര്യങ്ങളെയും അതിൻ്റെ ഷർത്തുകളെയൊക്കെ അല്ലെങ്കിൽ വുളൂഇൻ്റെ എല്ലാ മര്യാദകളെയും പഠിക്കണം എന്നുള്ളൊരു പ്രേരണ ഉണ്ട്. ആ വുളൂ ശരിയാവാനല്ല, വുളൂ ശരിയാവണമെങ്കിൽ ഫർദ് മാത്രം എടുത്താൽ മതി. പക്ഷേ വുളൂ പരിപൂർണമായി ചെയ്താൽ ഇങ്ങനെ കൂലിയൊക്കെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ കൂടിയൊക്കെ പഠിക്കണം എന്നുള്ളതിലേക്കുള്ളൊരു പ്രേരണ അതിലുണ്ട്. പിന്നെ അതുപോലെ വൽ ഇഹ്തിയാത്ത് ഫിഹി, ഈ വുളൂഇൽ സൂക്ഷ്മത പാലിക്കണം. പിന്നെ അതുപോലെ വുളൂഇനെ എല്ലാ പണ്ഡിതന്മാരും അംഗീകരിക്കുന്ന രൂപത്തിൽ. അപ്പോൾ അതായത് വുളൂഇൻ്റെ വിഷയത്തിൽ ഒരുപാട് ഇഖ്തിലാഫുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇഖ്തിലാഫുകൾ ഉണ്ടാകുമ്പോൾ അതിലൊരുപാട് റുഖ്സകൾ ഉണ്ടാവും. പല റുഖ്സകളുണ്ട്. ആ റുഖ്സയുടെയും ഇഖ്തിലാഫിൻ്റെ ഒക്കെ മാർഗ്ഗങ്ങൾ നമ്മളിങ്ങനെ ഒരു ഒഴിവായി ഉപയോഗിക്കാതെ എല്ലാ വുളൂഇൻ്റെ എല്ലാ പണ്ഡിതന്മാർ പറഞ്ഞ കാര്യങ്ങളെയും ചെയ്യുക, എല്ലാ ഇമാമുമാരും നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങളെയും, അത് നിർബന്ധമല്ലെങ്കിൽ പോലും വുളൂ പരിപൂർണമാകാൻ ഏറ്റവും നല്ല രീതിയിൽ വുളൂ ചെയ്യാൻ വേണ്ടി അവരൊക്കെ നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് ഫയംബഗി അയ്യഹ്റുസ അല തസ്മിയതി, ബിസ്മി ചൊല്ലണം. പിന്നെ അതുപോലെ നിയത്ത്, പിന്നെ അതുപോലെ മദ്മദത്ത്, വായിൽ വെള്ളം കൊപ്പിളിക്കുക, വലിസ്തിൻഷാഖ്, പിന്നെ മൂക്കിൽ വെള്ളം കയറ്റുക, വലിസ്തിൻസാർ വെള്ളം കയറ്റി ചീറ്റുക. പിന്നെ ഇസ്തിആബുൽ മസ്ഹിർ, തല തടവുക, അല്പം തടവിയാൽ മതി, പക്ഷേ അത് മുഴുവനായിട്ടും തടവുക. പിന്നെ മസ്ഹുൽ ഉദ്നൈനി, ചെവി തടവുക. പിന്നെ അവയവങ്ങൾ തേച്ചൊരച്ച് കഴുകുക. പിന്നെ അതുപോലെ ഒക്കെ തുടർച്ചയായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യുക. വുളൂവിൻ്റെ ഗ്യാപ്പ് വരാതെ സമയം അധികം കളയാതെ ഒക്കെ ഒപ്പം തന്നെ ചെയ്യുക. പിന്നെ അതുപോലെ തർത്തീബ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഇത് ചെയ്തിട്ടില്ലെങ്കിലും വുളൂ ശരിയാവുകയൊക്കെ ചെയ്യും. പക്ഷേ ഇതും കൂടി ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം, എന്നാലാണ് വുളൂവിന് പരിപൂർണമായ രൂപം ലഭിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള അതിൻ്റെ ഒരു പ്രതിഫലം കൂടി കിട്ടും. അപ്പോൾ ഈ പ്രതിഫലം നമ്മളോട് പറയുന്നതിൻ്റെ ഉദ്ദേശം ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നാണല്ലോ. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ ഇത് പഠിക്കുകയും വേണം. അപ്പോൾ പഠിക്കാനുള്ളൊരു പ്രേരണ കൂടി ഇതിലുണ്ട്. പിന്നെ വബൈന സ്വലാത്തില്ലത്തി തെലീഹ ഒഫർലഹു മാ ബൈനഹു വബൈന സ്വലാത്തില്ലത്തി തെലീഹ. ആ തെലീഹ സ്വലാത്തില്ലത്തി തെലീഹ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ നിസ്കാരത്തിന് ശേഷമുള്ള അടുത്ത നിസ്കാരം എന്നാണ്. പിന്നെ അതിനിങ്ങനെയും മുവത്തൽ ഇങ്ങനെ അല്ലത്തി തെലീഹ എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഹത്തൈ സ്വലിഹ, ആ അടുത്ത നിസ്കാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്ത നിസ്കാരം നിസ്കരിക്കുന്നത് വരെയാണ് എന്ന് മുവത്തയിൽ ഉണ്ട് എന്ന് ഇമാം നവവി റഹിമഹുല്ലാഹ് ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ ആ ഹദീസിൽ അത്രയാണ് പറയുന്നത്. പിന്നെ അടുത്ത ഹദീസ്, ഹദസന അബ്ദു ബിൻ ഹുമൈദിൻ വ ഹജ്ജാജ് ബിൻ ഷാഇർ കിലാഹുമാ അൻ അബിൽ വലീദ് ഖാല
عبد حدثني أبو الوليد حدثني إسحاق بن سعيد بن عمرو بن سعيد بن العاص رضي الله عنه وعنهم جميعا حدثني أبي عن أبيه قال. അപ്പോൾ ഇവിടെ പറയാം ഇസ്ഹാഖ് ബിൻ സഈദ് ബിൻ അംർ ബിൻ സഈദ് ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറയാണ് ഹദീസിനി അബി, എന്നോട് എൻ്റെ പിതാവ് പറഞ്ഞു, അൻ അബിഹി, അദ്ദേഹത്തിൻ്റെ പിതാവിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയാണ്, എൻ്റെ പിതാവ് അദ്ദേഹത്തിൻ്റെ പിതാവിനെ ഉദ്ധരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു. കാല, അദ്ദേഹം പറയാൻ, കുന്തു എൻ്റെ ഉസ്മാൻ, ഞാൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലായിരുന്നു. ഫദഅബി തുഹൂരിൻ, അദ്ദേഹം തുഹൂറായ വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ഫഖാല, എന്നിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സമഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. മാമിൻ ഇംറിഇൻ മുസ്ലിമിൻ, ഒരു മുസ്ലിമായ ഒരു മനുഷ്യനുമില്ല, തഹൂറുഹു സ്വലാത്തുൻ മക്തൂബത്തുൻ, അവർക്ക് ഫർളാക്കപ്പെട്ട ഒരു നിസ്കാരം ഹാദിറായി, ഫയുഹ്സിനു വുളൂഅഹ, അങ്ങനെ അവൻ അതിൻ്റെ വുളൂഇനെ നന്നാക്കി, ഖുശൂഅഹ, ആ വുളൂഇൻ്റെ പിന്നെ ഖുശൂഅനെയും റുകൂഅഹ, ആ നിസ്കാരത്തിൻ്റെ ഖുശൂഅനെയൊക്കെ നന്നാക്കി, ഫയുഹ്സിനു വുളൂഅഹ, ആ നിസ്കാരത്തിൻ്റെ വുളൂഇനെ നന്നാക്കി, ഖുശൂഅഹ, നിസ്കാരത്തിൻ്റെ ഖുശൂഅ പറഞ്ഞാൽ നിസ്കാരത്തിൻ്റെ ഖുശൂഅ ഉദ്ദേശിക്കുന്നത് അവിടെ ഖുശൂഅ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ ഭയഭക്തി അല്ല, അള്ളാഹുവിനോട് കൂടുതൽ അള്ളാഹുവിൻ്റെ സമീപത്തായി ചെയ്യുക എന്ന്. അതുപോലെ റുകൂഅഹ, നിസ്കാരത്തിൻ്റെ റുകൂഅനൊക്കെ നന്നാക്കി. എന്നാൽ ഇല്ല കാലത്ത് കഫാറത്തൻ, അത് അവനക്ക് കഫാറത്തായിട്ടല്ലാതെ ഇല്ല ആ നിസ്കാരം. എന്തിന്, ലിമ ഖബലഹ, അവനക്ക് ആ നിസ്കാരത്തിന് മുമ്പുള്ള ദോഷങ്ങൾക്കും, പിന്നെ ദുനൂബി ദോഷങ്ങളിൽ നിന്ന് ആ നിസ്കാരത്തിന് മുമ്പുള്ളതിനും അത് കഫാറത്താണ്. എപ്പോൾ, മാലം യുഅ്തി കബീറത്തൻ, അവൻ വൻദോഷങ്ങൾ ചെയ്യാത്ത കാലത്തോളം, വദാലിക ദഹ്റു കുല്ലു, അത് കാലം മുഴുവനുമാണ്, എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് എന്നാണ് പറഞ്ഞത്. അതായത് പിന്നെ അന്ന ദുനൂബ കുല്ലുഹ തുഗ്ഫറു, എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെടും, ഇല്ലൽ കബായിർ ഫഇന്നഹ ലാ തുഗ്ഫർ, വൻദോഷങ്ങൾ പൊറുക്കപ്പെടില്ല, ചെറിയ ദോഷങ്ങളെല്ലാം പൊറുക്കപ്പെടും എന്നാണ് ഈ ഹദീസ് മനസ്സിലാവുന്നത്. അപ്പോൾ വൻദോഷങ്ങൾ എപ്പോഴാണ് പൊറുക്കുക, അനൽ കബായിറ ഇന്നമ തുകഫിറുഹ അത്തൗബ, വൻദോഷങ്ങൾക്കുള്ള കഫാറത്ത് എന്നുള്ളത് തൗബ മാത്രമാണ്. അതല്ലെങ്കിൽ റഹ്മത്തുല്ലാഹി തആല വ ഫദ്ലി, അള്ളാഹുവിൻ്റെ റഹ്മത്തും അള്ളാഹുവിൻ്റെ ഫദ്ലൊക്കെ ഉണ്ടെങ്കിലാണ് വൻദോഷങ്ങൾ പൊറുക്കപ്പെടുള്ളൂ. അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വൻദോഷങ്ങൾ പൊറുക്കാനുള്ള കാരണങ്ങളല്ല എന്നാണ് ഈ ഹദീസിൽ പറഞ്ഞത്. അടുത്ത ഹദീസ്, ഹദثنا قتيبة بن سعيد وأحمد بن عبدة الضبي قال حدثنا عبد العزيز وهو الدراوردي عن زيد بن أسلم عن حمران مولى عثمان رضي الله عنه وعنهم جميعا. ഹുമ്രാൻ, ഉസ്മാൻ അള്ളാഹുവിൻ്റെ മൗലയായ ഹുമ്രാൻ എന്നവർ പറയാൻ, കാല, അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ബിവുളൂഇൻ, ഉസ്മാൻ അള്ളാഹുവിൻ്റെ അടുക്കൽ അദ്ദേഹത്തിന് വുളൂ ചെയ്യാനുള്ള വെള്ളവുമായി ചെയ്യാൻ ചെന്നു. ഫതവല്ലഅ, അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വുളൂ ചെയ്തു. സുമ്മ ഖാല, പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന നാസൻ യതഹദ്ദസൂൻ അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹാദീസ, ഇന്ന നാസൻ, നിശ്ചയമായും കുറച്ച് ആളുകൾ, കുറച്ച് ജനങ്ങൾ, യതഹദ്ദസൂൻ അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹാദീസ, റസൂലിനെ തൊട്ട് അവർ കുറച്ച് ഹദീസുകളൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. അല്ല അതിരിമാഹിയ, ആ ഹദീസുകൾ ഏതൊക്കെയാണെന്ന് എനിക്കറിയില്ല. ഇല്ല അന്നി റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പക്ഷേ എന്തായിട്ടുണ്ട്, ഞാൻ റസൂലിൽ നിന്നൊരു കാര്യം കണ്ടിട്ടുണ്ട്. എന്താണ്, ഇല്ല അന്നി, ഞാനായിട്ടല്ലാതെ, റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. തവല്ലഅ, റസൂൽ വുളൂ ചെയ്തു, മിസ്ല വുളൂഇ ഹാദ, എൻ്റെ ഈ വുളൂ പോലത്തെ വുളൂ ചെയ്തു. എന്നിട്ട് സുമ്മ ഖാല, പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പിന്നെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തവല്ലഅ ഹകദ, ഇങ്ങനെ ആരെങ്കിലും വുളൂ ചെയ്താൽ, ഖുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവനക്ക് അവൻ്റെ മുൻകഴിഞ്ഞ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടും. വകാനത്ത് സ്വലാത്തുഹു വമശ്യുഹു, വകാനത്ത് സ്വലാത്തുഹു, അവൻ്റെ നിസ്കാരമായിരിക്കുന്നു, മശ്യുഹു ഇലൽ മസ്ജിദ്, പള്ളിയിലേക്കുള്ള അവൻ്റെ നടത്തമായിരിക്കുന്നു, നാഫിലത്തിൻ, അതൊരു സ്തുത്യർഹമായ കാര്യമായിരിക്കുന്നു, അവനക്കൊരു അമലായിരിക്കുന്നു. വഫീ റിവായത്ത് ഇബ്നു അബ്ദത എന്നവർ പറഞ്ഞ ഒരു റിവായത്തിൽ, വേറൊരു റിപ്പോർട്ടിലുണ്ട്, അത്തീതു ഉസ്മാൻ, അവിടെ ഹുമ്രാൻ എന്നവരെ കുറിച്ച് പറഞ്ഞില്ല, അവിടെ അത്തീതു ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ബിവുളൂഇൻ എന്ന് പറഞ്ഞത്, അവിടെ ബിവുളൂഇൻ എന്ന് പറഞ്ഞിട്ടില്ല. ഇബ്നു അബ്ദത എന്നവർ ഉദ്ധരിച്ച ആ റിവായത്തിൽ ബിവുളൂഇൻ എന്ന് പറഞ്ഞിട്ടില്ല, നേരെ അത്തീതു ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഫതവല്ലഅ എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് അവിടെ പറയുന്ന കാര്യം. പിന്നെ ഇവിടെ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ മുൻകഴിഞ്ഞ ദോഷങ്ങൾ പൊറുക്കപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് 5 വഖ്ത് നിസ്കാരം, ആ നിസ്കാരങ്ങൾക്കിടയിലുള്ള ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടാനുള്ള കഫാറത്താണെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ ഒരു ജുമ നിസ്കരിച്ചാൽ അടുത്ത ജുമ വരെയുള്ള അവൻ്റെ ദോഷങ്ങൾ പൊറുക്കപ്പെടുമെന്ന് പറഞ്ഞു. അതുപോലെ റമദാൻ്റെ നോമ്പ് എന്നിട്ട് അടുത്ത റമദാൻ വരെയുള്ള ദോഷങ്ങൾ പൊറുക്കപ്പെടുമെന്ന് പറഞ്ഞു.
ഇപ്പോൾ വൻദോഷങ്ങൾ ഒഴിവാക്കിയാൽ ഈ കാര്യങ്ങൾ ചെയ്താലൊക്കെ ഒരുപാട് ദോഷങ്ങൾ പൊറുക്കപ്പെടുമെന്ന് പറഞ്ഞു. പിന്നെ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സ്വഹീഹ് മുസ്ലിമിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകളൊക്കെ വന്നിട്ടുണ്ട്. വേറെ വേറെ ബാബുകളിലായിട്ടൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹദീസുകളൊക്കെ വന്നിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ചെയ്താലൊക്കെ ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഒരാൾ വുളൂ ചെയ്താൽ അയാളുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടുമെങ്കിൽ പിന്നെ അയാൾ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ നിസ്കാരം കൊണ്ട് അയാൾ പൊറുക്കപ്പെടാൻ അയാൾക്ക് ദോഷങ്ങളില്ലല്ലോ. വുളൂ എടുത്തപ്പോൾ തന്നെ അയാളുടെ ദോഷങ്ങളെല്ലാം പുറത്തു കൊടുത്തു. പിന്നെ അയാൾ നിസ്കരിച്ചാൽ ആ നിസ്കാരം കൊണ്ട് പൊറുക്കപ്പെടാൻ അയാൾക്ക് ദോഷങ്ങളില്ല. അങ്ങനെയല്ലേ വരിക. പിന്നെ അതുപോലെ ഇനി ഒരാൾക്ക് നിസ്കരിച്ചാൽ 5 വക്ത് നിസ്കാരം നിസ്കരിച്ചാൽ ദോഷങ്ങൾ പൊറുക്കപ്പെടുമെന്ന് പറഞ്ഞു. അപ്പോൾ 5 വക്ത് നിസ്കാരങ്ങൾ കൃത്യമായി നിസ്കരിച്ചു, അപ്പോൾ അയാളുടെ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെട്ടു. അപ്പോൾ പിന്നെ ജുമാ നിസ്കരിച്ചാൽ അടുത്ത ജുമാ വരെയുള്ള ദോഷങ്ങൾ പൊറുക്കപ്പെടുന്ന ഹദീസിലുണ്ട്. അപ്പോൾ ആ ഹദീസിൻ്റെ പ്രസക്തി എന്താണ്? അതുപോലെ ഒരാൾ ഇതൊക്കെ ചെയ്ത് ജുമാ നിസ്കരിച്ചു, മറ്റ് നിസ്കാരങ്ങളൊക്കെ നിസ്കരിച്ചു, അപ്പോൾ അയാളുടെ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെയുള്ള അയാൾ നോമ്പ് നോറ്റാൽ റമദാൻ മുതൽ അടുത്ത റമദാൻ വരെയുള്ള അയാളുടെ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ റമദാൻ മുതൽ അടുത്ത റമദാൻ വരെയുള്ള ദോഷങ്ങൾ പൊറുക്കപ്പെടും എന്ന് പറഞ്ഞ ഹദീസിൻ്റെ പ്രസക്തി എന്താണ്? അപ്പോൾ ഒരാൾ സാധാരണ നിസ്കരിക്കുന്ന ആളാണെങ്കിൽ അയാൾക്ക് വുളൂ എടുത്താൽ തന്നെ അയാളുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടുമെങ്കിൽ പിന്നെ ബാക്കിയുള്ള ഹദീസുകളൊക്കെ പറഞ്ഞതിൻ്റെ സാങ്കത്യം എന്താണ്, അതിൻ്റെ ഉദ്ദേശം എന്താണ്? അതുപോലെ അറഫ ദിവസം നോമ്പ് നോറ്റാൽ 2 വർഷത്തെ ദോഷങ്ങൾ പൊറുക്കപ്പെടുമെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ ആശുറായിൻ്റെ നോമ്പ് നോറ്റാൽ അത് 1 വർഷത്തെ പിന്നെ ദോഷങ്ങൾ പൊറുക്കപ്പെടും എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ ഒരു ആളുടെ പ്രാർത്ഥന ഇമാമിൻ്റെ പ്രാർത്ഥനയുമായി മലക്കുകളുടെ ആമീനുമായി ഒരാളുടെ ആമീൻ യോജിച്ചു വന്നാൽ അതിൻ്റെ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ പറഞ്ഞത് ഒറ്റ കാര്യത്തിന് വേണ്ടി, ചെറിയ ദോഷങ്ങൾ പൊറുക്കപ്പെടാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഇവിടെ. അപ്പോൾ സാധാരണ ഇപ്പോൾ ഒരാൾ മുസ്ലിമായ ഒരാൾ നിത്യമായിട്ട് വുളൂ എടുത്ത് നിസ്കരിക്കുന്ന ആളാണല്ലോ. അപ്പോൾ അയാളെന്നും ചെയ്യുന്നത് വുളൂവാണ്. ആ വുളൂവിനെ നന്നാക്കി ചെയ്താൽ അയാൾക്ക് എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെടും. അപ്പോൾ ബാക്കിയുള്ള ഹദീസുകളൊക്കെ ഇയാളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രസക്തി എന്താണ്? അങ്ങനെ ഒരു സംശയം സ്വാഭാവികമായിട്ട് ഉണ്ടാവില്ലേ. നമ്മൾ ഒരുപാട് ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ, ദോഷങ്ങൾ പൊറുക്കപ്പെടും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഹദീസുകളൊക്കെ കേൾക്കുന്നുണ്ട്. ഒരുപാട് അമലുകൾ ചെയ്താൽ ദോഷങ്ങൾ പൊറുക്കപ്പെടും എന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്നും ചെയ്താൽ തന്നെ എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെടും. അപ്പോൾ ബാക്കിയുള്ളതിൻ്റെ പ്രസക്തി എന്താണെന്നുള്ളൊരു സംശയം സ്വാഭാവികമായിട്ട് ഉണ്ടാകും. അപ്പോൾ അതിന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള മറുപടി എന്തെന്ന് വെച്ചാൽ അന്ന കുല്ല വാഹിദിൻ മിൻ ഹാദിഹിൽ മദ്കൂറാത്ത്, ഈ പറഞ്ഞ ഹദീസുകളൊക്കെ സ്വാലിഹുൻ ലിത്തക്ഫീരി, ഈ ഹദീസുകൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ, ആ ഇബാദത്തുകളൊക്കെ സ്വാലിഹുൻ ലിത്തക്ഫീരി, ആ ചെറിയ ദോഷങ്ങൾ പൊറുക്കപ്പെടാനുള്ള കഫാറത്തുകൾ തന്നെയാണ്. അതിനുള്ള കഫാറത്താകാൻ യോഗ്യതയുള്ള കഫാറത്താകാൻ പറ്റുന്ന അമലുകൾ തന്നെയാണ്. ഫഇൻ വജദ മാ യുകഫിറുഹു മിന സ്വഗായിരി, ഇനി ഈ ചെറിയ ദോഷങ്ങൾ പൊറുക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു അമൽ ആർക്കെങ്കിലും എത്തിച്ചാൽ കഫറുഹു, ആ ചെറിയ ദോഷങ്ങളൊക്കെ അവൻ്റെ പൊറുക്കപ്പെടും. ഇല്ലം യുസ്വാദിഫു സ്വഗീറത്തുൻ വലാ കബീറത്തുൻ, ഇനി അയാൾക്ക് ചെറിയ ദോഷങ്ങളൊന്നുമില്ല, അതുപോലെ വലിയ ദോഷങ്ങളില്ല എങ്കിൽ കുത്തിബത്ത് ബിഹി ഹസനാത്തുൻ, അവനക്ക് അതുകൊണ്ട് നന്മകൾ രേഖപ്പെടുത്തപ്പെടും. റുഫിഅത്ത് ബിഹി ദറജാത്തുൻ, അതുകൊണ്ട് അവൻ്റെ ദറജകൾ ഉയർത്തുകയും ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അപ്പോൾ ഒരാൾ വുളൂ ചെയ്ത് വുളൂ ഒക്കെ ചെയ്ത് ഒരാളുടെ എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അയാൾ ബാക്കിയുള്ള അമലുകൾ ചെയ്യുമ്പോൾ അയാൾക്കത് നന്മകളായി രേഖപ്പെടുത്തുകയും അയാളുടെ ദറജ ഉയർത്തപ്പെടുകയും ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി വൈൻ സ്വാദഫത്ത് കബീറത്തിൻ ഔ കബായിർ, ഇനി ഒരാൾക്ക് ചെറിയ ദോഷങ്ങളൊന്നുമില്ല, മുഴുവൻ വൻദോഷങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിൽ അപ്പോൾ അയാളുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടില്ലല്ലോ. ഒരാൾക്ക് ചെറിയ ദോഷങ്ങളാണ് പൊറുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ചെറിയ ദോഷങ്ങളൊന്നുമില്ല, അയാൾക്ക് വരും വൻദോഷങ്ങൾ മാത്രമാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ പ്രതീക്ഷിക്കാം എന്ന് ഇമാമുമാർ പറയുന്നുണ്ട്. യുഖഫിഫു മിനൽ കബായിർ വല്ലാഹു അഅലം, അവൻ്റെ വൻദോഷങ്ങൾ, അവൻ ചെയ്ത വൻദോഷങ്ങളുടെ ആ ഒരു കാഠിന്യം, അതിൻ്റെ ശിക്ഷയുടെ കാഠിന്യം ചിലപ്പോൾ അള്ളാഹു കുറച്ച് കൊടുത്തേക്കാം, അങ്ങനെ നമ്മൾക്ക് പ്രതീക്ഷിക്കാമെന്ന് ഇമാമുമാർ പറയുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് അതിൻ്റെ ഒരു വിശദീകരണം. പിന്നെ അടുത്ത ഹദീസ് പറയാണ്, حدثنا قتيبة بن سعيد وأبو بكر بن أبي شيبة وزهير بن حرب واللفظ لقتيبة, പറഞ്ഞ ഈ ഹദീസ് ഉദ്ധരിക്കുന്ന ലഫ്ദ് ഖുതൈബ എന്നവരുടേതാണ്, അബീ ബക്കറിൻ പിന്നെ അതുപോലെ അബൂബക്കർ എന്നിവരുടെയും ലഫ്ദാണ്. ഖാലു, അവർ പറഞ്ഞു, ഹദثنا വക്കീഉ അൻ സുഫിയാൻ അൻ അബി നദർ അൻ അബി അനസ് അൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹും ജമീഅൻ തവല്ലഅ ബിൽ മഖാഇദി ഫഖാല അലാ ഉരീക്കും
وضوء رسول الله صلى الله عليه وسلم ثم توضأ ثلاثا وزاد قتيبة في روايته قال سفيان قال أبو النضر عن أبي أنس قال وعنده رجال من أصحاب رسول الله صلى الله عليه وسلم. ഹദീസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ലല്ലോ, ഇതിങ്ങനെ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ഓരോ ബാബിലും അതിൽ പ്രധാനപ്പെട്ട ഹദീസുകൾ മാത്രം വിശദീകരിക്കുക. പിന്നെ അതിൽ കിട്ടാത്ത നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാത്ത ഭാഗങ്ങളൊക്കെ പുതിയതായിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആ ഭാഗങ്ങൾ മാത്രം വിശദീകരിച്ചാൽ മതി എന്നാണ് തോന്നുന്നത്. അങ്ങനെ ആകുമ്പോൾ അത് മൂവ് ആവുള്ളൂ. അപ്പോൾ ഇതിൽ പറഞ്ഞത് തവല്ല അബിൽ മക്കായിദി എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ മക്കായിദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരിയ്ക്കുന്നൊരു സ്ഥലം എന്നാണ്. അവരൊക്കെ ഇരിക്കുന്നൊരു സ്ഥലം. അവിടെ സാധാരണ പിന്നെ അവിടെ ദക്കാക്കീനുണ്ട് ദാരി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ വീടിൻ്റെ അരികിൽ അവരൊക്കെ ഇരിക്കാൻ ഉപയോഗിക്കുന്നൊരു സ്ഥലം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ പിന്നെ വുളൂ ചെയ്തു. അവിടെ നിന്നാണ് വുളൂ ചെയ്തതെന്നാണ് പറയുന്നത്. പിന്നെ അലാവുരിക്കും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെയോ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്ത ഹദീസ് ഹദസന അബൂ ഖുറൈബ് ബിൻ മുഹമ്മദ് ബിൻ അൽ-അലാ ബിൻ ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിം ജമീഅൻ അൻ വഖീഅൻ ഖാല അബൂ ഖുറൈബ് റളിയല്ലാഹു അൻഹു അൻഹും ജമീഅ ഹദസന വഖീഅൻ അൻ മിസ്അരിൻ അൻ ജാമിഅ ബിൻ ശദ്ദാദ് അബി സുഖ്റത റളിയല്ലാഹു അൻഹു അൻഹും ജമീഅ ഖാല സമിഅതു ഹുംറാൻ ബിൻ അബാൻ ഖാല കുന്തു അളഉ ഉസ്മാന തുഹൂറഹു. ഹുംറാൻ ബിൻ അബാൻ എന്ന ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ മൗലയായ ഹുംറാൻ ബിൻ അബാൻ എന്നവർ പറയാണ്. ഖാല അദ്ദേഹം പറഞ്ഞു കുന്തു അളഉ ഉസ്മാന റളിയല്ലാഹു അൻഹു തുഹൂറഹു. ഉസ്മാൻ റളിയല്ലാഹുവിനാണ് അദ്ദേഹത്തിൻ്റെ തുഹൂർ, അതായത് വുളു എടുക്കാനും കുളിക്കാനൊക്കെ ഉള്ള വെള്ളം, ശുദ്ധിയായ വെള്ളം ഞാൻ വെച്ച് കൊടുക്കുമായിരുന്നു. ഫമ അതാ അലൈഹി യൗമൻ, ഞാൻ ഒരു ദിവസവും ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ ചെന്നിട്ടില്ല. ഇല്ലാ വഹുവ യുഫീദു അലൈഹി, അദ്ദേഹം ആ വെള്ളം അദ്ദേഹത്തിൻ്റെ മേൽ ഇല്ല വഹുവ യുഫീദു അലൈഹി നുത്ഫത്തൻ, ആ വെള്ളത്തിൽ നിന്ന് നുത്ഫത്ത് പറഞ്ഞാൽ അല്പം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ വെള്ളത്തിൽ നിന്ന് അല്പം അദ്ദേഹത്തിൻ്റെ മേൽ ഒഴിച്ചിട്ടുള്ളത്. ഉസ്മാൻ റളിയല്ലാഹു ഞാൻ എല്ലാ ദിവസവും വെള്ളം കൊണ്ടുവരുമായിരുന്നു, ശുദ്ധിയായ വെള്ളം, അതിൽ നിന്ന് അദ്ദേഹം അല്പം അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് ഒഴിച്ചിട്ടില്ലാതെ ഒരു ദിവസവും ഇല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് വഖാല ഉസ്മാൻ റളിയല്ലാഹു പറയുകയും ചെയ്തിരുന്നു ഹദസന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദ ഇൻസുറാഫിന മിൻ സ്വലാത്തിന ഹാദിഹി, റസൂൽ സല്ലല്ലാഹു ഉസ്മാൻ റളിയല്ലാഹു പറയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞു, എപ്പോൾ ഇൻദ ഇൻസുറാഫിന മിൻ സ്വലാത്തിന ഹാദിഹി, ഈ നിസ്കാരത്തിൽ നിന്ന് ഞങ്ങൾ പിരിഞ്ഞു പോകുന്ന സമയത്ത് റസൂൽ ഞങ്ങളോട് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ മിസ്ആർ എന്നവർ പറയാണ്, ഖാല മിസ്ആറുൻ, ഇമാം മിസ്ആർ എന്നവർ പറയാണ് ഖുറാഹ അൽ അസ്റ, ഈ സ്വലാത്ത് എന്നതുകൊണ്ട് ഞാൻ പിന്നെ അഭിപ്രായപ്പെടുന്നത് അത് അസ്ർ നിസ്കാരമാണ് എന്നാണ്. ഈ സ്വലാത്ത് എന്നതുകൊണ്ട് എന്തിന് സുറാഫിന മിൻ സ്വലാത്തിന് ഹാദിഹി എന്ന് പറയില്ലേ, ഈ സ്വലാത്ത് കൊണ്ട് എന്നതുകൊണ്ട് ഈ സ്വലാത്തിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ എന്നത് കൊണ്ട് ഞാൻ മനസ്സിലാക്കിയത് അസ്ർ നിസ്കാരം ആണ് എന്നാണ് ആര് മിസ്ആർ എന്നവർ പറയുന്നത്. അപ്പോൾ നമ്മൾ മുമ്പൊരു ഹദീസിൽ കാണുകയും ചെയ്തില്ല, അസ്ർ നിസ്കാരവുമാണ് അതുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം മുമ്പൊരു ഹദീസിൽ നമ്മൾ കാണുകയും ചെയ്തു. അപ്പം എന്നവർ പറയാണ് ഞാനത് എനിക്ക് തോന്നുന്നത് അസ്ർ നിസ്കാരമാണ് എന്നാണ്. എന്നിട്ട് ഫഖാല റസൂൽ പറഞ്ഞു, ആ ഹദീസിൻ്റെ ബാക്കി പറയാണ് ഹദീസന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിൻ സുറാഫിന മിൻ സ്വലാത്തിന ഹാദിഹി എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു റസൂലിനെ ഉദ്ധരിക്കാൻ ഫഖാല, എന്നിട്ട് റസൂൽ പറഞ്ഞു മാ അദ്രി ഉഹദ്ദിസുകും ബിശൈഇൻ ഔ അസ്കുതു, ഞാൻ റസൂൽ പറയാം മാ അദ്രി എനിക്കറിയില്ല, ഉഹദ്ദിസുകും ബിശൈഇൻ ഔ അസ്കുതു, ഞാൻ നിങ്ങളോട് ഈ കാര്യം പറയണോ അത് മിണ്ടാതിരിക്കണോ എന്നുള്ളത് എനിക്കറിയില്ല എന്ന് പറയാം റസൂൽ. എന്നിട്ട് ഫഖുൽന, അപ്പോൾ ഞങ്ങൾ പറഞ്ഞു റസൂലിനോട് പറഞ്ഞു യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂൽ ഇൻകാന ഖൈറൻ, നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഖൈറാണെങ്കിൽ ഫഹദ്ദിസ്ന, അത് ഞങ്ങളോട് പറഞ്ഞോളൂ. ഇൻകാന ഖൈറ ദാലിക, അത് ഖൈറല്ലെങ്കിൽ ഫല്ലാഹു റസൂലുഹു അലം, അല്ലാഹുവിനും അവൻ്റെ റസൂലിനും അറിയാം, അത് പറയേണ്ടതെന്നുള്ള കാര്യം റസൂലിനും അല്ലാഹുക്കും റസൂലിനും തീരുമാനിക്കുമെന്ന് പറയാണ്. ഖാല, എന്നിട്ട് റസൂൽ പറഞ്ഞു, അങ്ങനെ പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞു മാമിൻ മുസ്ലിമിൻ യതതുഹറു, ഒരു മുസ്ലിമുമില്ല യതതുഹറു, അവൻ ശുദ്ധി വരുത്തുന്നു, ഫയുതുമ്മ തുഹൂറ, എന്നിട്ട് ആ ശുദ്ധി വരുത്തലിനെ അവൻ പരിപൂർണമാക്കുകയും ചെയ്യുന്നു. അല്ലത് എങ്ങനെയുള്ള ശുദ്ധി വരുത്തലാണ്, കതബല്ലാഹു അലൈഹി, അള്ളാഹുവിൻ്റെ മേൽ ഫർളാക്കിയിട്ടുള്ള ആ ശുദ്ധി വരുത്തലിനെ അവൻ പൂർത്തിയാക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ഫൈസുല്ലി ഹാദിഹി സ്വലാത്തുൽ ഖംസ, ഈ 5 വഖ്ത് നിസ്കാരം അവൻ നിസ്കരിക്കുകയും ചെയ്യുന്നു. ഇല്ലാ കാനത്ത് കഫാറത്തിന് മബൈനഹ, അപ്പോൾ 5 വഖ്ത് നിസ്കാരങ്ങൾ ആ നിസ്കാരങ്ങൾക്കിടയിലുള്ള ചെറിയ ദോഷങ്ങൾക്കുള്ള കഫാറത്തായിട്ടല്ലാതെ ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഹദീസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ അന്നുത്തുഫ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽമാ ഉൽ ഖലീൽ, കുറഞ്ഞ വെള്ളം എന്നാണ്. അപ്പോൾ ഇവിടെ കുറഞ്ഞ വെള്ളം അദ്ദേഹത്തിൻ്റെ
ശരീരത്തിൽ ഒഴിച്ചിട്ടില്ലാതെ എന്ന് പറയുമ്പോൾ അവിടെ കുളിയാണ് ഉദ്ദേശിക്കുന്നത്. ലഖ്തസല ഫിഹി, ആ വെള്ളത്തിൽ അദ്ദേഹം കുളിച്ചിട്ടില്ലാതെ ഇല്ല എന്നാണ്. അപ്പോൾ ഇതെന്ന് മനസ്സിലാവുന്നത് ഉസ്മാൻ റളിയല്ലാഹു എത്രത്തോളം ശുദ്ധിക്ക് പ്രാധാന്യം നൽകിയിരുന്നു, എപ്പോഴും ശുദ്ധി വരുത്തിയിരുന്നു എന്നാണ്. നിത്യമായി കുളിയൊക്കെ നിത്യമാക്കുമായിരുന്നു. പിന്നെ അദ്ദേഹം ശുദ്ധിക്ക് കൂടുതൽ, ശരീരം ശുദ്ധിയാക്കുന്നതിൽ കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നു എന്നൊക്കെയാണ് ഈ ഹദീസിൽ മനസ്സിലാവുന്നത്. അപ്പം എന്ത് ചെയ്യും, അങ്ങനെ വൃത്തിയാക്കുമ്പോൾ അതിലുള്ള കൂടുതൽ പ്രതിഫലം കിട്ടും. അതിന് ഉന്നതമായ ഒരുപാട് പ്രതിഫലങ്ങളുണ്ട്, അതൊക്കെ അദ്ദേഹത്തിന് കിട്ടും. അപ്പോൾ അതിലേക്കൊക്കെ സൂചിപ്പിക്കുകയാണിത്. പിന്നെ റസൂലിൻ്റെ കൗലുണ്ട്, മാ അദ്രി ഉഹദ്ദിസുക്കും ഔ അസ്കുതു, ഞാൻ നിങ്ങളോട് പറയണോ അതോ ഉണ്ടാതിരിക്കണോ എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഫയഹ്തമിൽ അൻ യകൂന മഅനാഹു, അതിനുദ്ദേശം, അതിനർത്ഥം ആകാൻ സാധ്യത മാ അദ്രി അഹൽ ദിക്രി ലക്കും ഹാദൽ ഹദീസു ഫി ഹാദ സമൻ മസ്ലഹത്തുൻ, ഞാൻ ഈ കാര്യം ഈ സമയത്ത് നിങ്ങളോട് പറയുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. അതായത് ഞാൻ ഇപ്പോൾ ഈ കാര്യം നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്കതുകൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകുമോ എന്ന് എനിക്ക് അറിയില്ല എന്നാണ് റസൂൽ അവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ അംല, ഉണ്ടാവുമോ ഇല്ല എന്ന് എനിക്കറിയില്ല. സുമ്മ ലൊഹറത്ത് മസ്ലഹതു, പിന്നെ അത് പറഞ്ഞതിന് ശേഷം റസൂലിന് എന്തായി, അതിൻ്റെ ഉപകാരം ഉണ്ടാവും എന്നുള്ള കാര്യം റസൂലിന് മനസ്സിലാവുകയും ചെയ്തു. അപ്പോഴാണ്, ആ സമയത്ത് തന്നെ അത് റസൂൽ ഈ ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം തന്നെ, അതായത് മാ അദ്രി ഉഹദ്ദിസുക്കും ബിശൈഇൻ ഔ അസ്കുതു എന്ന് പറഞ്ഞ് ആ സമയത്ത് തന്നെ റസൂലിന് മനസ്സിലായി അതുകൊണ്ട് ഉപകാരം ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ റസൂൽ ആ ഹദീസ് അവരോട് പറയുകയും ചെയ്തു എന്നാണ്. അപ്പോൾ ഈ ഹദീസിൽ പിന്നുള്ളത് അതെന്തിനാണെന്ന് വെച്ചാൽ അവരോട് പറഞ്ഞത്, സഹാബത്തിനോട് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവർക്ക് അത്തർഗീബ്, ത്വഹാറത്തിൽ അവർ കൂടുതൽ ശുദ്ധി വരുന്നതിൽ അവർക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാക്കാനും, അതുപോലെ ബാക്കിയുള്ള അമലുകളൊക്കെ ചെയ്യുന്നതിൽ അവർക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാക്കാൻ വേണ്ടി, അവരെ പ്രേരിപ്പിക്കാൻ വേണ്ടിയാണ് അവരോടങ്ങനെ പറഞ്ഞത്. പിന്നെ എന്താണ് റസൂൽ അങ്ങനെ ഒരു തവക്കുഫ്, പറയണോ പറയണ്ടേ എന്നൊരു സംശയം അങ്ങനെ വരാൻ കാരണം എന്താ, അവർ എന്തേലും ഈ ഹദീസിനോട് പറഞ്ഞാൽ നിങ്ങൾ നിസ്കരിക്കാൻ കൂടുതൽ പിന്നെ നന്നായി വുളൂ ചെയ്ത് നിസ്കരിച്ചാൽ നിങ്ങളുടെ ചെറിയ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടും എന്നുള്ള ഈ ഹദീസ് അവരോട് പറഞ്ഞാൽ അവർ അതിൻ്റെ മേലെ തവക്കലാക്കി അവിടെ ഇരിക്കും, ബാക്കിയുള്ള അമലുകളൊന്നും ചെയ്യൂലേ. ഇപ്പോൾ വുളൂ കൊണ്ടെടുത്ത എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെട്ടല്ലോ, ഇനി ബാക്കിയുള്ള അമലുകളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിന്മേൽ അവർ ഒതുങ്ങിക്കൂടുമോ എന്ന് റസൂല് ഭയപ്പെട്ടത് കൊണ്ടാണ് ആദ്യം അങ്ങനെ ഒരു തവക്കുഫ് റസൂൽ അങ്ങനെ പറയാതിരുന്നത് എന്നും ഇമാം നവവി റഹിമഹുല്ലാഹ് അതിൻ്റെ ശറഹിൽ പറയുന്നുണ്ട്. പിന്നെ അത് പറഞ്ഞാൽ ഉണ്ടാകുന്ന ഉപകാരം ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായി, അവർ കൂടുതൽ അമലുകൾ ചെയ്യും എന്നൊക്കെ റസൂലിന് മനസ്സിലായപ്പോഴാണ് റസൂൽ ആ ഹദീസ് അവരോട് പറഞ്ഞത് എന്നാണ് ഇവിടെ ശറഹിൽ ഇമാം നവവി റഹിമഹുല്ലാഹ് പറയുന്നത്. അപ്പം ഇൻഷാ അല്ലാഹ് നമ്മൾ ആ ബാബിൽ ഒരുപാട് ഹദീസുകളുണ്ട്, കുറച്ച് നമുക്ക് പറയാൻ പറ്റിയിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത പീരീഡ് ബാക്കി നമ്മൾക്ക് റെഡിയാക്കാം. അപ്പോൾ അടുത്ത കാര്യങ്ങൾ നിങ്ങളിതും വായിക്കണം ഒക്കെ ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് സൂക്ഷ്മമായി പഠിക്കണം. മുസ്ലിം ശറഹിൽ നമ്മൾ പറയാത്ത കാര്യങ്ങളുണ്ടാവും, അതൊക്കെ നിങ്ങൾ സൂക്ഷ്മമായി വായിച്ചു നോക്കുക വേണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്സിലെടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.